2-3 വർഷം കൂടുമ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും ബ്രഹ്മാണ്ഡ ഹിറ്റ് അടിക്കുന്ന ഒരു ശങ്കർ സിനിമ. അതൊക്കെ ഒരു കാലം. ബ്രഹ്മാണ്ഡം എന്ന വാക്ക് തന്നെ തരംഗമാക്കിയ ഡയറക്ടറുടെ അധപ്പതനം, അതാണ് ഗെയിം ചേഞ്ചർ. ഫസ്റ്റ് ഇംപ്രഷൻ, താടി ബോഡി എല്ലാം സെറ്റായ ലുക്കുള്ള റാംചരണിന് മീശയും കുനിപ്പിച്ച് വിന്റേജ് തെലുഗു ലുക്ക് പിടിച്ചിരിക്കുന്നു. അലന്ന ലുക്ക്. ആരും പ്രതീക്ഷ വെച്ചില്ല, തിരിഞ്ഞു നോക്കിയില്ല. സ്റ്റോറി കുറച്ച് മുതൽവൻ, കുറച്ച് ശിവാജി, പിന്നെ ഒട്ടുമിക്ക ശങ്കർ സിനിമയും. ശിഷ്യൻ അറ്റ്ലി ഇതിലും എനിക്ക് സിനിമ ചെയ്യും. അച്ഛന്റെ അതേ കോപ്പി പേസ്റ്റ് മകൻ, മിനിറ്റ് വെച്ച് IPS IAS CM ഇങ്ങനെ മാറി മാറി പോകുന്ന നായകൻ. ശരിക്കും ആരാണ് അയാൾ? 75 കോടിയോളം മുടക്കിയ പള്ളിപ്പെരുന്നാൾ തോരണം പോലെ കുറച്ച് സോങ്സ് എന്തിന്? ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത നായകനെ കൺട്രോൾ ചെയ്യിക്കാൻ മാത്രം ഒരു നായിക. ലഞ്ചം, പഞ്ചം, അഴിമതി, കറപ്ഷൻ, മങ്ങാത്തൊലി, കണ്ട് മടുത്ത വില്ലൻ SJ സൂര്യ. ഒന്നും തോന്നാത്ത കത്തി ഫൈറ്റ് സീൻസ്. ഹെലികോപ്റ്ററിൽ ട്രെയിനിന് മുന്നിൽ കയറി ട്രാക്കിൽ നിന്ന് കെട്ടിയിട്ട വില്ലന്മാരെ മോചിപ്പിക്കുന്ന നായകൻ. ആ ആളുകൊണ്ട് ട്രെയിൻ തോണ്ടി മാറ്റുന്നതായിരുന്നു കുറച്ചുകൂടി എളുപ്പം. ശങ്കറിന്റെ മാത്രമല്ല, ജയറാമിന്റെ കൂടി അധപ്പതനം കാണാം. ഒരു കാലത്ത് ഇവിടുത്തെ 3-മനോ 4-മനോ ആരൊക്കെയോ ആയിരുന്നു. അവിടെ പോയി കൗണ്ടമണി സെന്തിൽ പോലെ ചവിട്ടും ആട്ടും തുപ്പും കൊണ്ട് കോമഡി പീസാവുകയാണ്. മലയാളികളെ ശങ്കർ അപമാനിക്കുന്നു എന്നൊക്കെ പോസ്റ്റുകൾ കണ്ടു. നമ്മ ഒരു ചെന്നൈ ആക്കിയ ആൾ സ്ക്രിപ്റ്റ് നോക്കാറില്ലേ? അനുഭവിക്കട്ടെ. ഇന്ദ്രൻസിന്റെയും പ്രേംകുമാറിന്റെയും ജഗദീഷിന്റെയൊക്കെ ശാപമായിരിക്കാം. സിനിമയെക്കുറിച്ച് വേറൊന്നും പറയാനില്ല. കുറെ ക്രിഞ്ച് സീൻസ് ഇട്ട് ബ്രഹ്മാണ്ഡമായി പുഴുങ്ങിയാൽ സിനിമയാവില്ലല്ലോ. ഈ പേരിൽ ആരുടെയെങ്കിലും ബ്ലാക്ക് വൈറ്റ് ആവുന്നെങ്കിൽ ആവട്ടെ. ഏത് കിരീടം വെക്കാത്ത രാജാവിനും അപ്ഡേഷൻ ഇല്ലെങ്കിൽ പഴയ ഓർമ്മകൾ അയവിറക്കാം, അല്ലെങ്കിൽ കോമഡി പീസാവാം. ശക്തമായ ഒരു തിരിച്ചുവരവ് ഉണ്ടാവട്ടെ, ഉണ്ടാവുമായിരിക്കാം.